പകരാ തന്റെ പൊട്ട ഇംഗ്ലീഷും പറഞ്ഞ് ഞങ്ങൾ ആ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. എന്താ പാക്കരാ പെട്ടെന്ന് ട്രാക്ക് മാറ്റി? നാട് മാറിയത് കൊണ്ട് ഞാൻ ട്രാക്ക് മാറ്റി. ഇന്ത്യയിൽ ഞാൻ വാണ്ടഡ് ആയിരിക്കാം, ഈ ബാങ്കോക്കിൽ ഞാൻ ഒരു സ്വതന്ത്ര പക്ഷിയാണ്. അപ്പൊ അതാണ് കാര്യം. അടിച്ചത് ഇദ്ദേഹമല്ല. എന്താ പാക്കരായത്? അവരോട് നീ അല്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്? അഹങ്കാരത്തിന് കണ്ണും മൂക്കും പറ്റവനാ നീ. സാഹിബിന്റെ അടുത്ത് മലയാളത്തിൽ ഞാൻ അല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും? എനിക്ക് നീറിയിട്ട് വയ്യ. എവിടെയാണ് നീറ്റല്? ഇവിടെയാണ്. Miss Priya is not in the room. Thank you. We will wait for her. ഇപ്പൊ എവിടുന്ന് വന്ന ഈ ഇംഗ്ലീഷ്? No comments, darling. ഞാൻ മിണ്ടരുതെന്നാണ്. അഷ്ടലക്ഷ്മിയേ, ആ ഹീൽസ് ഇട്ട് ഓടി വീണ് തലപെട്ടണ്ട. വാ, അടുത്ത് വാ. സോറി കേട്ടോ, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഒന്ന് സോറി പറയണോ? അല്ല, പ്രശ്നം നമ്മൾ തമ്മിലല്ലേ, പിന്നെന്താ ഇവിടെ ചൂടാവുന്നത്? അതെ, നീ എന്തിനാ ചൂടാവുന്നത്? ഇവളോട് നിങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ലേ? അവളൊന്ന് സോറി പറഞ്ഞല്ലോ. സോറി പറഞ്ഞ വെറുതെ വിടാൻ പറ്റുമോ? അപ്പൊ എന്ത് വേണം നീ തന്നെ പറ. ഇവള് എന്റെ ഫ്രണ്ട് അല്ലേ? ഇവക്ക് സ്കെച്ച് ഇട്ട് കൊടുത്തത് നീ തന്നെ അല്ലേ? വാട്ട് നോൺസെൻസ്. ഇവളെങ്ങനെ എന്റെ ഫ്രണ്ട് ആവും? ഇവൾ എന്റെ ഫ്രണ്ട് എന്നോ? എല്ലാം അറിഞ്ഞിടേ, വിട്ടേക്ക്. നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരികളാ? ഒന്ന് പോടും. എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ? നിന്റെ ഏട്ടൻ നാടാരുടെ പണം അടിച്ച് കുടുക്കലായി. ശ്രീഷയോട് നീ ഈ കാര്യം പറഞ്ഞു. നിന്റെ ഏട്ടനെ രക്ഷിക്കാനായി ശ്രീഷ അഷ്ടലക്ഷ്മിയാക്കി നിന്നെ എന്റെ അടുത്ത് പറഞ്ഞയച്ചു. എന്നെ കരുവാക്കി നിന്റെ ഏട്ടനെ പുറത്തു കൊണ്ടുവന്നു. എന്താ ശരിയല്ലേ? നിന്നോട് നേരിട്ട് തന്നെ ഹെൽപ്പ് ചോദിക്കണമെന്ന് കരുതിയതാ. നീ ജികെയുടെ ആളായത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ. അല്ല, ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? നീ അഷ്ടലക്ഷ്മിയെ അവതരിച്ച അന്ന് തന്നെ നിന്റെ പുറകിലുള്ള ആ ടാറ്റു ഞാൻ കണ്ടതാ. അതിനുശേഷം പബ്ബിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നീ എന്തിനാണ് ഇവിടെ വന്നേ? തമിഴത്തിയായി വേഷം കിട്ടി മടുത്തടി. നമുക്കൊരു ചേഞ്ച് ഉണ്ട്. അതിനൊക്കെ മുമ്പ് തന്നെ നിന്റെ മുറിയില് നിങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ കാര്യങ്ങൾ വിശദമായിട്ട് അറിയാൻ വേണ്ടിയാ. നിന്റെ ഏട്ടന്റെ ഫോട്ടോ കണ്ടോടൻ തന്നെ നിങ്ങളുടെ പ്രശ്നം 180 കോടിയാന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാ ഞാൻ അവനെ വെളിയിൽ കൊണ്ടുവന്നത്. കഷ്ടപ്പെട്ട് വെളിയിൽ കൊണ്ടുവന്നിട്ട് എന്റെ ഷെയർ പോലും തരാതെ എന്നെ ഇങ്ങനെ പറ്റിച്ചു കളഞ്ഞല്ലോ. ഞാൻ പറയുന്ന കേക്ക്. ആ നന്ദനില്ലേ, അവൻ ഞങ്ങളെ നന്നായി പറഞ്ഞു പറ്റിച്ചു. പണം മൊത്തം അവൻ കൊണ്ടുപോയി. ആ തെണ്ടിയെ കാണാനാ ഞങ്ങൾ ഇവിടെ വന്ന്. നിങ്ങൾ രണ്ടാളും വഴക്കിട്ടത് എനിക്ക് എന്തായാലും ഉപകാരമായി. എവളെ കണ്ടുപിടിക്കാനുള്ള ക്ലൂ നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അത് നിന്നെ കൊണ്ട് എന്നെ പറയുകയും ചെയ്തു. ആ തടിച്ചേക്കൻ, ആ നാരായണ ദൂരദർശനിലൊരു നാടകത്തിൽ അവനെ കണ്ടിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലാനിങ്ങിലല്ല, ഇയാളുടെ പ്ലാനിങ്ങിലാണ് നടന്നത്. ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്തിരുന്നാലും ഒരു കാര്യം മാത്രം സത്യം. റിയലി ഐ ലവ് യു. ഡാർലിംഗ് അത്ര ഡാർലിംഗ്. നിന്റെ പ്രായം എന്താ അവളെ പ്രായം? 6 മാസം ഗർഭിണിയുടെ വയറും റേസിംഗ് അടിക്കുന്ന ഒരു മരത്തലയും. നിനക്ക് അവളൊന്ന് കിസ് ചെയ്യണമെങ്കിൽ ഏണി വെച്ച് കയറേണ്ടി വരും. ശരി, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ട്. ആദ്യം നീ ഒരു പ്ലാൻ ഉണ്ടാക്കി, അതിന്റെ പുറത്ത് എവളൊരു പ്ലാന്. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാന്റെ പുറത്ത് മൂന്നാമതായി എവന്റെ ഒരു പ്ലാൻ. എവക്കാണെങ്കിൽ ആദ്യം മുതലേ എവനോടൊരു കാമ്പാം. ഇതിനിടയ്ക്ക് ജോക്കറായത് ഞാനാ. എന്റെ തലയിലെഴുതി എന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർലിംഗ്. അത് മാത്രം പറയരുത്. എന്റെ നിഘണ്ടുന്ന വാക്കെടുത്ത് ഞാൻ എപ്പോഴേ കളഞ്ഞു. എന്റെ പാക്കരണ്ടാളിംഗ് ഒന്ന് അടങ്ങ്. നിന്റെ ഏട്ടനെ
എന്നെ കണ്ടവന്മാരെല്ലാം നമ്മളെ കയറി ചാമ്പ്. കണ്ണൂർക്കാര ഫാമിലി എങ്ങടാ? നിന്നെ കാരണം റൗഡിയാക്കിയത് കണ്ണൂരുകാരന്റെ ഫാമിലിയെ കാണുമെങ്കിൽ കണ്ണൂരിലേക്ക് പോകാം. കണ്ണൂരിലെ എങ്കിലും അവസാനം നന്ദൻ എന്നെയും പറ്റിച്ചു. എന്റെ ഷെയർ പോലും തരാതെ അവൻ മുങ്ങി. ഷെയർ തരാൻ പണം അവന്റെ അടുത്ത് ഉണ്ടെങ്കിലല്ലേ? ഇത് ഇത്ര എളുപ്പത്തിൽ തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും ഒട്ടും വിചാരിച്ചില്ല മക്കളെ. നന്ദൻ എവിടാ? ഇതൊരു പുതിയ ട്വിസ്റ്റാ, ലേറ്റസ്റ്റ്. അപ്പൊ നീ വന്നത് പണത്തിന് വേണ്ടി മാത്രമായിരുന്നല്ലേ? ഒരിക്കലും അല്ല. എനിക്ക് വേണ്ടത് നന്ദനെ. അവൻ എവിടെയാന്നുള്ള കാര്യം ഇവന് മാത്രമേ അറിയായിരുന്നുള്ളൂ. അതാ നാടാറിന്റെ അടുത്ത് നിന്ന് ഇവനെ രക്ഷിച്ച് വെളിയിൽ കൊണ്ടുവന്നത്. എന്റെ അമ്മോ, യവൻ പുലിയല്ല, സിംഹമാ. പറയടാ, നന്ദൻ എവിടെ? നീ എന്തിനു വേണ്ടിയാ നന്ദനെ അന്വേഷിക്കുന്നേ? ഡോക്ടർ നിർമ്മല എങ്കടാ? அண்ணா എന്താടാ அவன் அம்மையை பொக்கியோ? அவங்க அம்மா இல்லைண்ணா, இப்பதான் கொஞ்ச நாளைக்கு முன்னாடி செத்துட்டாங்க. நீங்க தான் கொலை பண்ண வச்சீங்க. ഞാൻ കൊന്നു കളഞ്ഞെന്നോ? ചേട്ടാ, ആരാ വന്നിരിക്കുന്നത് നോക്കി. ദേവേന്ദ്ര, നാളെ എന്റെ മോളുടെ വിവാഹ നിശ്ചയ. ഒന്ന് ക്ഷണിച്ചിട്ട് പോകാൻ വന്നതാ. നീ വരില്ലാന്ന് എനിക്കറിയാം. എന്നാലും എന്റെ കടമ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ. കീറിയ ഷർട്ട് വിട്ടോണ്ടിരിക്കുന്നതിനാ, അതൊന്ന് മാറ്റിക്കൂടെ? പോകാൻ തന്നെടാ വന്നത്. എനിക്കിത് കിട്ടേണ്ടതാ. എന്താടി നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാടി. ഇനി ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല. വല്യേട്ടനോട് ഉടനെ വരാൻ പറ, എന്നാലേ ശരിയാവൂ. അതൊന്നും വേണ്ട. ഈ ചെറിയ കാര്യത്തിനൊക്കെ ഫോൺ ചെയ്തു എന്ന് പറഞ്ഞ ചേട്ടൻ ചിലപ്പോ ചീത്ത പറഞ്ഞു വരും. ഇതെങ്ങനെ ചെറിയ കാര്യം അവിടെ? ഇത് വലിയ കാര്യമാണ്. വല്യേട്ടൻ വന്നാലേ ഇതിന് അറുതി ഉണ്ടാവും. ഒരു മിനിറ്റ്, അനിയൻ എന്തോ പറയാനുണ്ടെന്ന്. എന്താടാ, സുഖമല്ല നിനക്ക്? ഇവിടെ ആകെ പ്രശ്നമായിരിക്കും. ഒരുത്തനെ ഒതുക്കാൻ കഴിയാതെ എനിക്ക് ഫോൺ ചെയ്യുന്നോ? ആ ഫോൺ എന്താ ചേട്ടാ? അവനത്ര നിസ്സാരമായിട്ടുള്ള ഒരാളല്ല. വല്ലാത്ത അവാർഡും പിടിച്ചവനാ ചേട്ടാ. പോയാൻ മാണമില്ല നിങ്ങൾക്ക്. ഇനി ഒരു സൂര്യോദയം അവനെ കാണാൻ അനുവദിക്കരുത്. അവനെ എന്ത് വേണം ചെയ്തോ, പക്ഷെ ഞാനിവിടെ ഉണ്ടാവില്ല. ബാംഗ്ലൂരിലെ ഗസ്റ്റ് ഹൗസിലേക്ക് പോവാ. അവന്റെ അമ്മയെ ഒന്ന് തൊട്ട് വേദനിപ്പിച്ചതിന് എന്റെ അനിയനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിരിക്ക. അവനെ ഞാനിപ്പോ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതിന് പകരം അവന്റെ അമ്മയെ ഞാൻ കൊല്ലും. അതിന് പകരം അവൻ എന്തോലത്തോന്ന് ഞാനൊന്ന് കാണട്ടെ. ഡോക്ടർ നിർമ്മല എവിടെയുള്ളത്? മേഡം ഓപ്പിയിലുണ്ട്. നമ്മുടെ ഡോക്ടറിനെ കൊല്ലാൻ നോക്കുന്നു. വാ, നമുക്ക് എല്ലാവർക്കും പോയി രക്ഷിക്കാം.
ആശുപത്രി ഞാൻ തിരിച്ചു പിടിക്കും. പക്ഷേ അമ്മയെ കൊന്നവരെ ഞാൻ വിടില്ല.